CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. COAയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിലായിരുന്നു ഉദ്ഘാടനം. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി RMPI CPMുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് RMPI കുന്നംകുളം ഏരിയ കമ്മിറ്റി. വ്യാജ പ്രചരണങ്ങളെ ജനം തള്ളിക്കളയുമെന്നും RMP. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിനുള്ളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി PTA കമ്മിറ്റി രംഗത്ത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവിൽ ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി ആഘോഷം വെള്ളിയാഴ്ച. താലപ്പൊലിയോടെ ക്ഷേത്രത്തിൽ 52 ദിവസങ്ങളിലായി നടന്നുവരുന്ന കളംപാട്ടിന് സമാപനമാകും. അണ്ടത്തോട് പെരിയമ്പലത്ത് ലോറിക്ക് പിറകിൽ കാറിടിച്ച അപകടം, സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ എടക്കഴിയൂർ സ്വദേശി പൂവാലിപ്പറമ്പിൽ ഷാഫി, സഹോദരൻ സുൽത്താൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ താമരയൂരിൽ റോഡരികിൽ നിന്നയാളെ ഓട്ടോറിക്ഷ ഇടിച്ച അപകടം, 2 പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറേ നടയിലെ ചാരുത മിൽമാബൂത്ത് ഉടമ താമരയൂർ സ്വദേശി രാമചന്ദ്രൻ, ഓട്ടോ ഡ്രൈവർ മുതുവട്ടൂർ പൊന്നരാശ്ശേരി സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ MPയുമായ K രാധാകൃഷ്ണന്റെ മാതാവ് പോന്നൂർക്കര വടക്കേവളപ്പിൽ പരേതനായ കൊച്ചുണ്ണി ഭാര്യ ചിന്ന നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തുമായി സഹകരിച്ചു നടപ്പിലാക്കിയ ആദൂർക്കുന്ന് മിനി മാസ്റ്റർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രക്ഷാകർതൃ സമ്മേളനവും യാത്രയയപ്പും ഫെബ്രുവരി 9, 10 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് കുടുംബസംഗമം ശനിയാഴ്ച ലിവ ടവറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി MPPM സൺഡേ സ്കൂളിന്റെ 96ാമത് വാർഷികം ആഘോഷിച്ചു. ആദൂർ LP സ്കൂളിനു സമീപമുള്ള പറമ്പിൽ വീണ്ടും അഗ്നിബാധ. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അഗ്നിബാധയുണ്ടായത്. പറമ്പിൽ വളർന്ന് കാടുപിടിച്ചു കിടക്കുന്ന ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കുന്നംകുളത്തുനിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ഇന്റർനാഷണൽ സിംബോസിയത്തിന് തുടക്കമായി. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള പറപുറപ്പാട് ആരംഭിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായാണ് പൂരാഘോഷം. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ ആനുവൽ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. അക്കാദമിക, കലാകായിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ വലിയ തട്ടിപ്പിന് ഒത്താശ ചെയ്തവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ ആവശ്യപ്പെട്ടു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.